EVSലെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 1 നിന്നാണ് ജീവികളും ചുറ്റുപാടും. മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏത്? എഗ്ലപ്പൂക്കൾ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. മരുരൂഹങ്ങൾ. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് ഡാഷ്. ആൻസർ അനുകൂലനം. ആമ്പൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ കാരണമെന്ത്? ആൻസർ ഇലകളിലും തണ്ടുകളിലുമുള്ള വായു അറകൾ മൂലം. ജലനഷ്ടം തടയാൻ മരുരൂഹങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ആൻസർ തണ്ടുകളിലുള്ള മെഴുകുപോലെയുള്ള ആവരണം. ധ്രുവപ്രദേശത്ത് അതിതണുപ്പിൽ നിന്ന് പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് എന്താണ്? ആൻസർ ത്വക്കിനടിയിലെ കൊഴുപ്പ്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഒട്ടകങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ആൻസർ മുതുകിലെ കൊഴുപ്പ്. മരുഭൂമിയിലെ പകൽ ചൂട് അതിജീവിക്കുന്നതിന് ഡാഷ് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കുന്നു. ആൻസർ കങ്കാരു എലി. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ ഡാഷ്. ആൻസർ ആവാസം. 10. പ്രകൃതിദത്ത ആവാസത്തിന് ഒരു ഉദാഹരണം. വനം.